പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും പ്രത്യേകമായിട്ട് നേരുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ളൊരു മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കാ സുവിശേഷം, വിശുദ്ധ ലൂക്കാ 1:46. അവിടെ വചനം പറയാണ്, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതായത് എൻ്റെ അധരം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നല്ല, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മളൊരു പാട്ട് ഞാൻ ഓർക്കാണ്, ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടും ദാസർത്തൻ ആത്മാവിൽ നിറഞ്ഞിടട്ടെ. അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അതായത് ആത്മാവിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങൾ, ദൈവാരാധന പലപ്പോഴും നമുക്ക് മടുപ്പ് തോന്നാനുള്ള കാരണം ഈ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു അനോയിന്റിങ് നമുക്ക് കിട്ടുന്നില്ല. അതായത് മാനുഷികമായിട്ട് നമുക്ക് ദേഷ്യവും അല്ലെങ്കിൽ സങ്കടവും അല്ലെങ്കിൽ ഇച്ചിരി മൂഡ് ഓഫും ഇതൊക്കെ ഉണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വരാറുണ്ട് ചില സമയത്തൊക്കെ. എനിക്ക് അതായത് ചിലപ്പോഴൊക്കെ ദേഷ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ റിട്രീറ്റിലും അതുപോലെ തന്നെ ഈ ടോക്കൊക്കെ കണ്ട് പരിചയമുള്ളവർ പറയും, അച്ഛൻ ഇങ്ങനെ ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളത് ദേഷ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ നിങ്ങൾ ഇടവക്കാരോട് ചോദിച്ചാൽ മതി എന്ന് പറയും. കീഴ്പ്പള്ളിക്കാർ 5 വർഷം അവരുടെ അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആങ്ങണ്ടൂർ വന്നിട്ട് കുറച്ച് കാലമായില്ലേ. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും. പ്രിയ സഹോദരങ്ങളെ, എത്ര നമുക്ക് ആത്മീയമായിട്ട് വളർന്നു എന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഷ്യവും സങ്കടവും ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരും. പക്ഷെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാവിൽ ആരാധിക്കുന്ന ഒരവസ്ഥ നമ്മിൽ സംഭവിച്ചാൽ നമ്മൾ പോലും അറിയാതെ ദൈവം അതെല്ലാം ഏറ്റെടുക്കും. നമ്മുടെ സങ്കടങ്ങളെ ദൈവം ഏറ്റെടുക്കും, നമ്മുടെ ടെൻഷനെ ദൈവം ഏറ്റെടുക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവും? അല്ലെങ്കിൽ നമ്മുടെ ഡിപ്രഷനൊക്കെ മരുന്നൊക്കെ കഴിച്ച് നമ്മളങ്ങനെ. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇന്ന് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളല്ലേ, ഇന്ന് അമ്മയോട് ചേർന്നൊരു സമ്പൂർണ്ണ ജപമാല എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? സന്തോഷം, പ്രകാശം, ദുഃഖം, മഹത്വം, 4 ജപമാലകളാണ്. സമ്പൂർണ്ണമായിട്ട് ജപമാല ചൊല്ലി ഏതെങ്കിലുമൊക്കെ സമയം നോക്കി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്ന ആത്മാഭിഷേക ദിനമാണ്. ഏങ്ങണ്ടൂർ ഇടവകയിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുത്തുള്ളൊരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ലാൻഡിങ് സേഫ് സോണിലായിരിക്കും. എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഫ്ലൈറ്റ് ചിലപ്പോഴൊക്കെ നെടുമ്പാശ്ശേരിയിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കണം കണ്ടിട്ടില്ലേ? അത് ലാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഹെലികോപ്റ്റർ കാലാവസ്ഥ മോശമാണെങ്കിൽ ഇങ്ങനെ കിടന്ന് വട്ടമിട്ട് പറയും. എത്ര കാലാവസ്ഥ മോശമാണെങ്കിലും നമ്മുടെ കുടുംബം ലാൻഡിങ്, നമ്മുടെ മക്കളുടെ ലാൻഡിങ്. പക്ഷേ ഈശോയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി ഈ തിരുനാൾ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.